അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കില്ലേ, ഒരു ഭർത്താവ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും രാത്രി അയാളിൽ നിന്ന് നിങ്ങൾ മാറിക്കിടക്കെങ്കിലും ചെയ്താൽ ആ പെണ്ണിന് പടച്ചോന്റെ ശാപമുണ്ട്, അള്ളാഹുവിന്റെ വെറുപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലിനെ പറ്റിയിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കില്ലേ, ഈ സദസ്സിൽ പറയാൻ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയാല. ബനു ഇസ്രായേലിലെ പല ആണുങ്ങളും കുടുംബത്തെ വെറുത്തത് ഭാര്യമാരുടെ ശരീരം മണത്തതുകൊണ്ടാ. ഒരു ഭർത്താവിനെ ശരീരത്തിന്റെ മണം കൊണ്ട് അസ്വസ്ഥതപ്പെടുത്തിയാൽ പോലും കുറ്റ. അവർ പരപുരുഷികളെ തേടിപ്പോയതും വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടതും അന്യ സ്ത്രീകളെ തേടിപ്പോയതും ഭാര്യമാരുടെ വൃത്തിഹീനത കൊണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, ഒരാളെ മുൻപ് പറയാൻ പറ്റാത്തതുകൊണ്ട്, അത് പെണ്ണുങ്ങൾ മാത്രമായതുകൊണ്ട് പറയാ. ഒരു യാത്ര കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞു, വീട്ടിൽ വിവരം അറിയിക്കണം, ഒറ്റയടിക്ക് വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. സഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂലെ? അവളൊന്ന് ഒരുങ്ങട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ, നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ. അവളൊന്ന് ആലോചിച്ചു നോക്കുക. ഓരോ കുടുംബത്തിലും ഇത് രണ്ടു ഭാഗവും സംഭവിക്കാറുണ്ട് കേട്ടോ. ഇയൊന്ന് മേക്കയി വന്ന് പറഞ്ഞാ നാട്ടപ്പാതിരിക്കോന്ന് ഓള് ചോദിക്കും, നിങ്ങളൊന്ന് മേക്കയി എന്ന് പറഞ്ഞാ ഇനിയിപ്പോ രാവിലത്തെ കുളിച്ചിട്ട് പോകാനുള്ള എന്ന് മുപ്പരും പറഞ്ഞാ അതവിടെ കഴിഞ്ഞു. രണ്ടു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരുപാട് രാവുകൾ, രാത്രികൾ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു ഭാര്യ കുടുംബത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്.